ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വിഷുവൊക്കെ ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നൊരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. വിഷുവൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും എനിക്കൊരാഗ്രഹം ഇതൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വിഷു ആഘോഷിച്ചതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലല്ല, വല്യമ്മയുടെ വീട്ടിലാണ്. ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ വല്യമ്മയുടെ വീട്ടിൽ പോയി. ഇതേ കണ്ടോ, ഇതാ എൻ്റെ ചേച്ചിയുടെ മോള്. എഴുന്നേറ്റപ്പോൾ തന്നെ അവളുടെ കലാപരിപാടികൾ തുടങ്ങി. അടുത്ത വീട്ടിലെ പിള്ളേരുമായിട്ട് കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. പിന്നെ എന്നെ ശല്യം ചെയ്യലും അതായിരുന്നു അവളുടെ ഹോബി. പിന്നെ കണ്ടോ, ചിത്രമൊക്കെ വരച്ചിട്ട് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കൊള്ളാം എന്നൊക്കെ പറയും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? രാവിലെ എഴുന്നേറ്റ സമയം കുറച്ച് നേരം ഇവളുമായിട്ട് കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങ് പോയി. ഇതിനിടയിൽ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. അത് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഇന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്. അതൊന്നും ഓർക്കാണ്ട് ഞാൻ അവളുടെ കൂടെ നിന്ന് കളിച്ചോണ്ട് നിൽക്കുക, റീൽസൊക്കെ എടുത്ത്. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് എൻഗേജ്മെൻറ്റിന് റെഡിയായി. എല്ലാവരും റെഡിയായി. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി അവിടെ താങ്ങിയും തൂങ്ങിയും എത്തിയപ്പോൾ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം വേറൊന്നുമല്ല, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഒരുമിച്ച് ഒരുപാട് നാൾക്ക് ശേഷം കാണാൻ പറ്റി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നപ്പോഴാണ് ചേച്ചി വിളിക്കുന്നത്. ചേച്ചി അങ്ങോട്ട് ചെല്ലാനായിട്ട് വിളിച്ചു. എൻ്റെ വീട്ടിൽ പോകാനിരുന്ന ഞാൻ പ്ലാൻ നേരെ മാറ്റി വല്യമ്മയുടെ വീട്ടിലേക്ക് പോയി. അന്ന് ചേച്ചിയുടെ മോൾക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. നേരെ ഞങ്ങൾ അവളുടെ ഡാൻസ് സ്കൂളിലേക്ക് പോയി. പിന്നെ അവളെ ഒരുക്കുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. എല്ലാ കുട്ടികളും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ ഞാനും ചേച്ചിയും പരസ്പരം പറഞ്ഞു, നമ്മളെ പഠിക്കാൻ വിട്ടപ്പോഴും പഠിക്കാൻ പോയാൽ മതിയായിരുന്നു. അവരോടൊക്കെ ഒരു അസൂയ തോന്നി. ഈ ഒരു ഡാൻസോട് കൂടി അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഒരു 10ഓളം ഡാൻസെങ്കിലും അവരുടെ ഡാൻസ് സ്കൂളിൽ നിന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തു കേട്ടോ. അവസാനം എൻ്റെ ചേച്ചിയുടെ മോളുടെ പ്രോഗ്രാം കഴിഞ്ഞു. എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10:30 ആവും. അവിടെ നിന്ന് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഒരു 10:45 ആയപ്പോൾ ഇറങ്ങി. ചേച്ചി അതിനിടയിൽ തന്നെ കണി വയ്ക്കാനുള്ള കണിവെള്ളരിയും കണിക്കൊന്നയും ഒക്കെ എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും സാധനങ്ങൾ കുറച്ചൊക്കെ ബാക്കിയുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പോയത്. വീട്ടിൽ ചെന്ന് ഉടനെ ചേച്ചി കുളിച്ച് ഫ്രഷായി കണിയൊരുക്കാൻ തുടങ്ങി. പഴങ്ങളും തേച്ച് മടക്കിയ സെറ്റ് മുണ്ടും അതുപോലെ നാണയങ്ങളും മഞ്ചാടിക്കുരുവും മയിൽപ്പീലിയും കൃഷ്ണ വിഗ്രഹവും ഒക്കെ ആയിട്ട് നല്ലൊരു കണി തന്നെ ഒരുക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ പ്ലാൻ ചേച്ചിയാണ് കേട്ടോ. ഞാൻ ചുമ്മാ ഇതുപോലെ വീഡിയോ എടുത്തു നിന്നതേ ഉള്ളൂ. എന്തായാലും ഇതുപോലെ നല്ല രീതിയിൽ കണ്ണന് മുന്നിൽ കണിയൊരുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ. പിറ്റേന്ന് നേരത്തെ തന്നെ ചേച്ചി ഞങ്ങളെ വിളിച്ചു നിർത്തി കണി കാണിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അമ്പലത്തിലും ഇതുപോലെ നല്ല രീതിയിൽ കണിയൊരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷുക്കൈനീട്ടം ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടി. പിന്നെ കുറച്ച് നേരം അവിടെ അമ്പലക്കുളത്തിലൊക്കെ ഇറങ്ങി അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ 2 ആനകളും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സൂം ചെയ്ത് അവരെ കാണിച്ചത്. പിന്നെ അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.